ഫോണല്ല പ്രശ്നം, കൺട്രോളാണ് പ്രശ്നം. വെയിറ്റ് സ്ക്രോളിൽ നിർത്ത്. ഒരു കാര്യം പറഞ്ഞുതരാം. മൊബൈൽ അഡിക്ഷനാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു ദിവസം നിങ്ങൾ എത്ര ടൈം സ്ക്രോളിങ്ങോടെ ടൈം വേസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയൂ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3-4 മണിക്കൂർ നിങ്ങൾ മാക്സിമം പോയി കുറേ ഉണ്ടാവും, പറയാൻ പറ്റില്ല, ചിലവർ വ്യത്യസ്തം ഉണ്ടാവും. നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ് സ്ക്രോളിങ്ങോടെ. വേസ്റ്റ് ചെയ്യാനുള്ള ജീവിതം. എനിക്കും പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനത്തെ. ഞാൻ എങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞുതരാം. ആയോ. വെൽക്കം ടു ഡേ 1 of 15 days ഗ്രോ ചാലഞ്ച്. മൊബൈൽ അഡിക്ഷൻ എല്ലാവർക്കും ഉണ്ട്. അതെങ്ങനെ കുറയ്ക്കാമെന്ന് ആർക്കും അറിയില്ല. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, മോർണിംഗ് നോ ഫോൺ. മീൻസ് നിങ്ങൾ എൻ്റെ വശം തന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ഫോൺ തൊടാതിരിക്കുക. ദാറ്റ്സ് വൈ യു ക്യാൻ ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി. സെക്കൻഡ് സ്റ്റെപ്പ്, ഫോണിൽ സ്ക്രീൻ ടൈം വയ്ക്കുക. സ്ക്രീൻ ടൈം വയ്ക്കുന്ന ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്ത് മനസ്സിലാവും. ഇന്ന് നിങ്ങൾ എത്ര നേരം ഫോൺ നോക്കി, നാളെ നിങ്ങൾ എത്ര നേരം മൊബൈൽ നോക്കി എന്നൊരു എന്താ പറയുക, ഒരു ഇത് കിട്ടും. ഇത് കിട്ടിയാൽ നമ്മുടെ പ്രോഗ്രസ്സിന് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. ആപ്പുകൾക്കും സ്ക്രീൻ ടൈം വയ്ക്കുക. പിന്നെ ആപ്പുകൾ എത്ര നേരം യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് നിങ്ങൾ കുറയ്ക്കുക. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്ന ആപ്പുകൾ ഹോം സ്ക്രീനിൽ നിന്ന് മാറ്റുക. ബിക്കോസ് നിങ്ങൾ മൊബൈൽ തുറക്കുന്ന വശം തന്നെ നിങ്ങൾ കാണുന്നത് അവ 2 ആപ്പുകളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഡൻസി വരും, അത് തുറക്കാനൊരു ടെൻഡൻസി വരും. ദാറ്റ്സ് ബാഡ്. ആൻഡ് നിങ്ങളുടെ സ്ക്രീൻ ടൈം കൂട്ടും, അഡിക്ഷൻ കൂട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്തോ വർക്ക് ചെയ്യുന്ന സമയത്തോ മൊബൈൽ ഫോൺ പരമാവധി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റി വയ്ക്കുക. അടുത്ത റൂമിൽ കൊണ്ടുവയ്ക്കാം, എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. അടുത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളൂ. അതിന് കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അറ്റൻഷൻ ഫോണിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, ഫോണല്ല പ്രശ്നം, കൺട്രോളാണ് പ്രശ്നം. എൻ്റെ ഒപ്പം ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. താങ്ക് യു.